ഇവിടെ അച്ഛമ്മയും മകളും പൂവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ പാടൊക്കെ നല്ല ചെറിയ ചെറിയ രീതിയിൽ കോടയൊക്കെ കയറിയിട്ട് നിൽക്കുകയാണ്. ആഹാ, അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഹായ് 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 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ പറയുക, ഇന്നൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഒരുപാടായി ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയിട്ട്. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് 4 ക്ഷേത്രങ്ങളാണുള്ളത്. തൊട്ടടുത്ത് 4 അതിലേറെ ഉണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾ സാധാരണഗതിയിൽ പോയി ദർശിക്കാറുള്ള ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് 4 അപ്പോൾ അതിൽ ആ 4 പോകണം എന്ന് കരുതിയിട്ട് ഇറങ്ങുവാണ് ഇന്നത്തെ ദിവസം. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് 2 പേരുണ്ട്, സുബിയും വിജേഷുമാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ഇവിടുന്നൊരു 3-4 കിലോമീറ്റർ അകലെയുള്ള ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തേക്കാണ്. ബാക്കി അതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. കാരണം അവിടെ നിന്ന് പോയിട്ട് അതൊരു മലയുടെ അതൊരു പാറയുടെ മുകളിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് ഇറങ്ങാൻ പെട്ടെന്ന് പറ്റുന്നതാണെങ്കിൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ എടുക്കാം എന്നുള്ള തീരുമാനമാണ്. പെട്ടെന്ന് ഇറങ്ങുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും 4 ക്ഷേത്രങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാം. എല്ലാം വലിയ വലിയ ക്ഷേത്രങ്ങളല്ല, എന്നാൽ അവിടെ ഉള്ളവരൊക്കെ വലിയ വലിയ ആളുകളാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റാണ്, മുണ്ടൊക്കെ കൊടുത്ത് ഫുൾ പവറിൽ നിൽക്കുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ സുബിൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. ഒന്ന് പോയിട്ട് വിളിച്ച് നോക്കട്ടെ, എന്താ കഥ എന്നറിയാലോ. നമ്മളുടെ തൊട്ടപ്പുറത്തെ വീട്ടുകാരനാണ് സുബിൻ്റെ ബൈക്കും റോട്ടിലിറത്തിൽ. മാമനടെ നീ മാമൻ പോരുന്നില്ലേ? മാമാ പോലെ എന്നാ വാ, പൊരി എന്താ പറഞ്ഞ അങ്ങോട്ടല്ല പറഞ്ഞ പാലത്തേക്കോ അപ്പുണ്ടോ? ഞങ്ങൾ 3 ആളെ വേണം കേട്ടോ, 3 പേരാണ് പോകുന്നത്. പിന്നെ ഓണമാണല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണപ്പൂക്കളൊക്കെ ധാരാളമായിട്ട് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. അത് ഈ ഓണപ്പൂക്കൾ മാത്രമല്ല, ഇവിടെ നമ്മളുടെ വീട്ടിൽ പിന്നെയും കുറച്ചും കൂടിയൊക്കെ പൂക്കൾ അമ്മ കൃഷി ചെയ്തുണ്ടാക്കില്ല. പക്ഷേങ്കിൽ ഞാനതിന് വല്ലാതെ അയക്കാറൊന്നുമില്ല. വേറെ വിഷയം അതുകൊണ്ട അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് പൂവാണ്. അതായത് ഇതൊരു ചെമ്പരത്തിൻ്റെ ചെറിയൊരു ഐറ്റം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടിട്ട്. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ അച്ഛമ്മയും മകളും പൂവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓണപ്പൂ ഇടാര്യ അത്തപ്പൂവോ? ഓണപ്പൂവാണ് അല്ലേ? ഇത് രാവിലെ രാവിലെ അല്ല, ഇന്നലെ ഞാൻ കൊണ്ടുവന്ന പൂവാണ് ആ മഞ്ഞപ്പൂവ്. ഇത് പിന്നെ ഇവിടെയുള്ള തെച്ചിപ്പൂ, താട്ടന്മാരെയും കൂട്ടി കൊണ്ടുവന്ന പൂവ്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇടണം കയറിയല്ല, പിന്നെ അവളുടെ താല്പര്യപ്രകാരം ഇവിടെ എല്ലാ വീട്ടിലും ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇടുകയാണ്. അല്ലാതെ ഇപ്പോൾ പിന്നെ ആക്റ്റീവായി നിൽക്കാതെ ഇതൊന്നും നടക്കൂല. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങട്ടെ. അത് ചെങ്ങന്മാരെ പാലത്തിങ്കലാണ് ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറായി. 4 ആളുണ്ട് കേട്ടോ. ഇവ റേഷൻ കാർഡിലില്ലേന്നല്ലോ, ഇപ്പോൾ പുതുതായിട്ട് വന്ന ഇന്നലെ ചേർത്ത്. അപ്പോൾ ഞങ്ങളെ പാടൊക്കെ നല്ല ചെറിയ ചെറിയ രീതിയിൽ കോടയൊക്കെ കയറിയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ചെക്കന്മാർ സുമേഷ് അതാ പോകണം, പണിക്കുവാ. നാണയേട്ടൻ പണിക്കുവാ, വെള്ളി പണിക്കുവാ, ഒരു പണിക്കുവാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോട്ടെ. പോലെ പോവാ പോര്. രസാവൂലേ? അല്ല, 4 അമ്പലം കിട്ടും നമുക്ക്. ഞങ്ങൾ ഇറങ്ങണ സമയം എന്ന് പറയുന്നത് 7:15 7:19 4 മിനിറ്റിൽ 2 മിനിറ്റോളം 3 മിനിറ്റോളം നമ്മൾ പാലത്തേക്ക് ഇരുന്നു. ഈ ഒരു നേരത്തൊക്കെ റോഡൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഫ്രീ ആണ്, വണ്ടികളൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ റോട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ളൊരു കോടയുണ്ട്, വളരെ ലൈറ്റായിട്ട്. നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. എന്താ പറയുക, ട്രാവൽ ചെയ്യുമ്പോഴേക്ക് യാത്ര ചെയ്യുമ്പോഴേക്ക് നല്ല തണുപ്പുണ്ട്. ഓട്ടോറിക്ഷയല്ലേ, 2 സൈഡിൽ കൂടെ കാറ്റിങ്ങനെ വരുമ്പോഴേക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീലാണ്. പിന്നെ എന്താ വെച്ചാൽ വാണിയമ്പലത്തിൽ ഇപ്പോൾ ഞങ്ങൾ വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലം കൂടി കഴിഞ്ഞിട്ട് വേണം പോവാം. വാണിയമ്പലത്തിന് വേണമെങ്കിൽ നമുക്ക് നടന്നും പോവാം. മുമ്പൊക്കെ നടന്നായിരുന്നു ക്ഷേത്രത്തേക്ക് ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തേക്ക് പോയിരുന്നത്. വാണിയമ്പലം പാറ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ക്ഷേത്രമാണ് വാണിയമ്പലം പാറ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ വാണിയമ്പലത്തിൽ ഇപ്പോൾ ട്രെയിനിൻ്റെ ടൈമാണെന്ന് പറയുന്നത് സുഖി, എന്താറിയില്ല. ഗേറ്റ് അടവാണെങ്കിൽ കുറച്ചു നേരം അവിടെ സ്റ്റക്ക് ആവും. വാണിയമ്പലത്താണ്, പക്ഷെങ്കിൽ ഇവിടെ ഗേറ്റ് അടവ് പരിപാടിയൊന്നുമില്ല, നമുക്ക് നൈസായിട്ട് വിടാം. അപ്പോൾ ഈ ഒരു നേരത്തെ ഉണ്ടാവും മീൻ, നല്ല ഫ്രഷ് മീൻ വാണിയമ്പലത്ത് ഉണ്ടാവും കേട്ടോ. നല്ല ഫ്രഷ് മീൻ ഇവിടെയാണ് ഏറ്റവും നല്ല മീൻ ഞങ്ങളുടെ വണ്ടൂർ ഏരിയയിൽ വരുന്നത് വാണിയമ്പലത്താണ്. ഞാനിവിടെ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. ഉദാഹരണം ലെവൽ ക്രോസ് താണ്ടി നമുക്ക് അക്കരെ പോവാം. മുമ്പൊക്കെ ഞങ്ങൾ പോയിരുന്നത് ഈ ഒരു ട്രാക്ക് നടന്നിട്ട്, അതായത് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ട്രാക്ക് നടന്നിട്ട്. ബസ്സിന് സാധാരണ ഞങ്ങൾ പോവാറില്ലായിരുന്നു.
അത് ഞങ്ങൾ പോയിരുന്നത് എന്താ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നടന്ന് പാടം തോട് ഒക്കെ മോരി കടന്ന് ചെറിയൊരു കാട് ഒക്കെ കടന്നിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. ബാക്കിലല്ല അലമ്പുണ്ടാവും കേട്ടോ, അവന്മാരെ ഉണ്ടാകൂല, അങ്ങനെ വർത്താനം പറയും, അത് നോക്കിയേ വേണ്ട. എങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ താഴെ ഭാഗത്തെത്തി. ഇനി നമ്മൾക്കൊരു എന്താ പറയാ ഹൈ ആയിട്ടുള്ളൊരു വഴിയാണല്ലോ, കുറച്ച് കയറ്റം കയറിയിട്ട് മലയുടെ മുകളിലേക്ക് എത്താം. പറ്റാവുന്നില്ല, ഈ ഒറ്റ റോഡ് പിടിച്ചാൽ മതി, പക്ഷെങ്കിൽ കുറച്ച് ടൈറ്റാ. ഇവിടെ ഒരു ഗേറ്റ് വരെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വൈകിട്ടേക്കൊന്നും പ്രവേശനമല്ല, കാരണം നല്ല സ്പോട്ടാണ്, നല്ല ഭംഗിയാണ് അതിന്റെ മേലിനെ താഴ്ത്തിക്ക് നോക്കുന്നത്. പിന്നെ നല്ല പച്ചപ്പറഞ്ഞ സ്ഥലമാണ്. ഇപ്പൊ മഴയൊക്കെ പെയ്തുകൊണ്ടാണ് പച്ചപ്പത്ര പോകുന്നത്. ഇതങ്ങോട്ട് കയറി പോക്ക് ഒരു പണിയാണ്. വണ്ടി കയറുമോ എനിക്കറിയില്ല, വണ്ടി കയറാൻ സാധ്യതയുണ്ട്. അമ്മേ പണിയാവോ? ഓ ഇല്ല, സ്റ്റാൻഡ് ഇട്ടാൻ പറയും, സ്റ്റാൻഡ് ഇട്ടാൻ പറയും, സ്റ്റാൻഡ്. ആ ഏതായാലും ഞങ്ങൾ പയ്യെ കയറാണ്. നമ്മളുടെ വണ്ടി കയറും അറിയില്ല. പിന്നെ ഇതിൽ ആരും വല്ലാതെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടേ പ്രശ്നമല്ല, തടില്ല, അപ്പു മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ പ്രശ്നമുണ്ട്, എന്നെ പറയും, വേറെ പ്രശ്നമുണ്ട്. ഇവര് 3 ജിമ്മന്മാരാണ്, മസിൽ പറയണ്ട് വലിക്ക്, മസിൽ പറയണ്ട്, അതൊരു പ്രശ്നമാണ്. ഇതിന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഇവിടെ 4 വീലിന്റെ പാർക്കിംഗ് ആണ്. പക്ഷെ 3 വീലിന്റെ പാർക്കിംഗ് മേലെ ഇടാൻ വേണ്ടി പ്രശ്നമല്ല. ഫസ്റ്റ് ഗിയറിലാട്ടോ ഇത് കയറി അങ്ങനെ പോണത് നമ്മള്. ക്ഷേത്രത്തിന്റെ പണി നടന്നുകൊടുക്കണം. മേൽഭാഗമാണ്, മേൽക്കൂരയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. മരം ഏതാണ് എടുക്കുക വിജയസേ? സുബി വർക്ക്ഷോപ്പ് പണിയാണ്, രഞ്ജിത്ത് ഇലക്ട്രീഷ്യനാണ്, വിജേഷ് പോളീഷിൻ്റെ വർക്കാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പോയി നോക്കുന്നുണ്ട്, പറയുന്നതാണോ എൻ്റെ വിചാരം, തേക്കണം ഓരോ. അല്ല വഴിപാടുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് വഴിപാടുണ്ട്, ഞാൻ വഴിപാട് കഴിക്കുന്നുണ്ട്. വന്നതിന് വഴിപാടാ. ഇപ്പം എത്ര ദിവസമായി ഇതൊക്കെ വന്നിട്ട്? കഴിഞ്ഞ മണ്ഡല സീസണിലാണതാ ഇവിടേക്ക്. കഴിഞ്ഞ മണ്ഡലകാലത്ത് വന്നതാണ് വൃശ്ചികം. അപ്പോൾ പാറയുടെ മേലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ടാവട്ടെന്ന് അത്ര സംഭവമുണ്ട്. ഒരു വഴിപാട് കഴിക്കണം കരുതിയപ്പോൾ ഇവിടെ ഫുള്ള് തിരക്കാണ്. ഇച്ചിരി തിരക്ക് കണ്ടിട്ട് ഒഴിവാക്കാൻ തോന്നുന്നുണ്ട്. ആഹാ, ഇതാണ് പാറയുടെ മേലെ വന്നാലുള്ളൊരു കാഴ്ച. ക്ഷേത്രത്തിൻ്റെ പണി എന്താ പറയുക, പുതുക്കി പണിയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കോടയല്ലേ. പിന്നെ ഇപ്പം പോകുന്നതുകൊണ്ട് കോടയിൽ കാണാനായില്ലേ. നമുക്ക് ശാരീലമ്പലത്തിൽ ഒരുപാട് കഴിക്കാം, ഇവിടെ കഴിക്കാൻ നിന്നപ്പോഴൊന്നും കിട്ടില്ല. അതാണ്. ഓ ഞങ്ങളെ നാടൊക്കെ കാണുവിടുന്നു, പക്ഷെങ്കിലേ നല്ല ഭംഗി. വാ ഒരിയേ ഈ ഒരു ലുക്കില്ലേ. നമ്മളവിടെ കടന്നുറങ്ങിയാൽ കിട്ടുമോ? അത് കിട്ടൂല. ആഹാ, അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല കോട കയറിയിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ക്ഷേത്ര ദർശനം ഉടനെ ആരംഭിക്കേണ്ടതാണ്. പോവല്ലേ? തൊഴിയല്ലേ? തൊഴാൻ വേണ്ടിയിട്ട് പോട്ടെ കേട്ടോ. എന്നിട്ട് വന്നിട്ട് നമുക്ക് ഇനി അടുത്ത ഷോട്ടിൽ കാണാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് പ്രധാന ശ്രീകോവിൽ അവിടെയാണ്, ദേവിയുടെ. അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ അയ്യപ്പനുണ്ട്. അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല ഭംഗിയില്ലേ, പച്ചപ്പുണ്ടായിട്ട്. ആ ഒരു ഭാഗങ്ങളിലൂടെയൊക്കെ ഇത് മുമ്പ് ഞങ്ങൾ എന്താ പറയുക ചെറുതായിരുന്നു ഇതിലേക്ക് ധാരാളമായിട്ട് കളിച്ചിറങ്ങിയ സ്ഥലങ്ങളാണ്. കളിച്ചെടുക്കാറിനാൽ പറമ്പക്കൂടെ അല്ല, അലമ്പാക്കിയിട്ടല്ല, അതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ഈ കാട്ടുകൂടെയൊക്കെ വെറുതെ. അപ്പോൾ നമുക്ക് വല്ല കൂണ് കിട്ടും, അതുപോലെ തന്നെ മുള്ളമ്പന്നിയുടെ മുള്ള് കിട്ടും, അങ്ങനെയൊക്കെ. ഞങ്ങൾക്ക് കുറിയായി കിട്ടി. അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു അല്ലേ. ടേബിൾ മേലെ കുറി എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പക്ഷെ ഇവിടുത്തെ ക്ലൗഡ് ബെഡൊക്കെ മാറിയിട്ടാ, ഫുള്ളായിട്ട് ഓപ്പണായി. ഇപ്പം നമ്മുടെ നാടൊക്കെ ഇവിടെ നോക്കിയെടുക്കണം. എവിടെടാ അപ്പം നമ്മളെ നാടവിടെ നോക്കി നോക്കിയാൽ കാണും പറഞ്ഞിട്ട് ആക്കണവിടെ. അതാണ് നമ്മളവിടെ ആക്കണല്ലേ, ആ കാണുന്ന ബിൽഡിങ് കോളേജല്ലേ. കണ്ടോ, അത് നിങ്ങളവിടെ കാണൂല, ഇതല്ലാത്ത ഓടിൻ്റെ വക്കിനാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണ അടുത്ത സ്വീകരണ സ്ഥലം.
ക്ഷേത്രത്തിന് നമുക്ക് പ്രത്യേകത ഉണ്ട്. നമ്മളെ തട്ടകമാണ്. തട്ടകം പറഞ്ഞറിയോ? നമ്മളെ അതന്നെ. അതായത് നമ്മുടെ കുടുംബക്ഷേത്രം കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം നമുക്ക്, മനസ്സിലായോ? പക്ഷെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വല്ലാതെ അങ്ങോട്ട് വരാറില്ല. ഞാൻ വരാറുണ്ട്. ഇവിടെ ഉണ്ടോ വലിയൊരു ആൽമരം? ഓഹോ, കയറില്ലേ, ദർശിക്കല്ലേ? അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കയറണം. ഇവിടെ അയ്യപ്പനാണ് കേട്ടോ. ഇവിടെ സ്വാമിയെ ശരണം അയ്യപ്പ. അപ്പോൾ ഇവിടെ ഭക്തജനങ്ങളൊക്കെ ഇന്ന് ധാരാളമായിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഇറങ്ങട്ടെ. വെറും അയ്യപ്പനും അതുപോലെ തന്നെ ഉപദേവതമാരും ഉപദേവന്മാരൊക്കെയാണ് ഉള്ളത്. ആല്. അപ്പോൾ ഇവിടുത്തെ ദർശനം കഴിഞ്ഞു. കയറി കൂറിയിട്ടാ രഞ്ജിത്ത് കറുപ്പ കറുപ്പൂരി ഗണപതി ഹോമത്തിൻ്റെയാണ്. ഇവിടുത്തെ നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടില്ല. ഏതായാലും അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ഷേത്രം ലക്ഷ്യം വെച്ച് പോവുകയാണ്. ഇത് നമ്മളുടെ ധനേശേട്ടൻ്റെ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം. ധനേശേട്ടൻ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയിലേക്കാണ്, സെക്രട്ടറിയാണ് ആളിടയ്ക്കിടയ്ക്ക് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണെന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു ക്ഷേത്രത്തിനാണ്. പിന്നെ ഇത് ഞങ്ങളുടെ തട്ടക ക്ഷേത്രമാണ്. ഇപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഇതിന് മുമ്പ് മൂപ്പരന്നെ ഒരു 3 ആൾക്കാരുണ്ട്. ഓലിങ്ങനെ മാറും. നമ്മൾ വയലോരം മാറി. കാരണം അതിനോട് താല്പര്യമുള്ള ആൾക്കാർ വേണമല്ലോ. ഓലൊക്കെ ഫുൾ ആക്റ്റീവാണ്. അടുത്ത സ്ഥലം കേട്ടോ. വാ. ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇത് വനദുർഗാദേവി ക്ഷേത്രമാണ്. എങ്ങനെയുണ്ട്? ആളില്ലേ? അതുപോലെ തന്നെ ഇവിടെ പ്രസാദം വിളമ്പുന്നുണ്ട് കേട്ടോ. എന്താ പ്രസാദം എന്നൊക്കെ നോക്കാം നമുക്ക്. ക്ഷേത്ര ദർശനം കഴിയട്ടെ ആദ്യം, എന്നിട്ട് പ്രസാദം കഴിക്കാം. കഞ്ഞിയുണ്ട്, പായസമുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ ക്ഷേത്രം ദർശിക്കട്ടെ. ശാരിയിൽ ശ്രീ വനദുർഗ ക്ഷേത്രം. ശാരിയിലെ ക്ഷേത്രം എന്ന് പറയുമ്പോഴേക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ക്ഷേത്രമാണ്. വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു കാവിൻ്റെ ആംബിയൻസ് നമുക്ക് കിട്ടും. ഇതിൽ നടക്കും ഇതിൽ നടക്കുമ്പോൾ എന്താ വെച്ചാൽ കല്ലൊക്കെ കുത്തും കാലിലൂടെ. ചെരുപ്പൊന്നും ഇട്ട് നടക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ക്ഷേത്രത്തിന് വലം വെക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ സാധാരണ ഇത് ക്ഷേത്രം എന്നും വലം വെക്കാറുണ്ട്. വലം വെക്കുന്ന വേറെ ഒന്നല്ല, ഉണ്ടാക്കാൻ ഒരു ആംബിയൻസ് അല്ലേ, ഒരു കാട്ടിൽ കയറിയ ഫീൽ കിട്ടണല്ലേ, അതാണ് പറയുന്നത്. പിന്നെ പഴയ ബിൽഡിങ് ആണ്ടാ, പഴയ ക്ഷേത്രമാണ്. എത്രയോ പഴക്കമുള്ള കല്ലിൻ്റെ ഒക്കെ ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. അതൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. പിന്നെ രഞ്ജിത്ത് പറഞ്ഞു വേറെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട്. പക്ഷേ അതിനെ സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ഇല്ലേടാ, സ്ഥിരീകരണം വന്നിട്ടില്ല. ഇത് കിഴക്കേ നാട് അത്. ഇത് പടിഞ്ഞാറേ നാടല്ലേ. ഇതുവഴി വേണമെങ്കിൽ നമുക്ക് വരാം. ചെരുപ്പ് പുറത്ത് ഉണ്ടാ. കിഴക്കേ നാട് അത്. ഇത് പടിഞ്ഞാറേ നാടാ. അതിലും വഴിയുണ്ട്. കാൽനട യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾ, കാൽനടയായിട്ട് ദർശനത്തിന് വരുന്ന ആളുകളൊക്കെ അവിടെ നിന്നായിരിക്കും. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ മോനെ എങ്ങനെയുണ്ട് സൗണ്ട് ഉണ്ടല്ലേ. ഇവരിൻ്റെ ഒപ്പം നടന്നുകൊണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഭക്തിയിലേക്ക് വരുന്നുണ്ട്. മറ്റേത് ആ തോട്ടുകൂടെയും പാടത്തു കൂടെ ഒക്കെ നടക്കുകയാണ്. ഇത് മീൻ കിട്ടാൻ പ്രാർത്ഥിക്കണില്ല കേട്ടോ. ഇനി പ്രാർത്ഥിച്ചിട്ട് അവച്ചറിയില്ല. പനപ്പൂവാണുള്ളത്. പനയുടെ പൂവാണ് ചാടി കിടക്കണത്. കിട്ടണോ ഇത്? ഇവിടെ അല്ലേ? പക്ഷെ നല്ല ഭംഗിയായിരിക്കും കൂട്ടത്തോടെ ഇടുമ്പോൾ. കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും നാവുമ്പലും തൊട്ട് കൂട്ടിക്കോട്ടെ. എന്നാ ഇതന്നെ ഉള്ളൂ എന്നല്ല, കുറേ ഉണ്ട് അവിടെ. എല്ലാവർക്കും പാടേ വേണേ വാങ്ങാറാ വേണ്ടേ? അങ്ങനെ ഇല്ല. ഓൻ്റെ കൈയ്യൊക്കെ ഇടാൻ. അപ്പോൾ ഞങ്ങളിവിടെ തിരക്കട്ടാ. ഞാൻ അടുത്ത ക്ഷേത്രം ശിവക്ഷേത്രമാണ്. ഇവിടെയും നല്ല ജനമാണ്. ഞങ്ങൾ നാലാമത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 4ാമത്തെ ക്ഷേത്രത്തിലേക്ക് നമ്മളുടെ വണ്ടി എടുത്തുള്ള ഗ്യാപ്പുണ്ട്. ഓം നമ ശിവായ, വണ്ടൂർ ശ്രീ ശിവക്ഷേത്രം. ആര് പായരുത്, ക്യാമറയാണിത്.
അതിൻ്റെ ക്ഷേത്രത്തിനകത്ത് കയറിയിരിക്കുന്നത്. ഇവിടെ ഇത് പറഞ്ഞില്ലേ ശിവക്ഷേത്രമാണ്, അതുപോലെ തന്നെ വിഷ്ണു ഉണ്ട്, പിന്നെ അയ്യപ്പനുണ്ട്, അതുപോലെ തന്നെ നാഗരാജാവുണ്ട്, കുളമുണ്ട്, എല്ലാമുണ്ട്. ഞങ്ങളിവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നത്തെ പ്രത്യേകത ഞങ്ങളുടെ കെട്ടുനിറയൊക്കെ ശബരിമലക്കുള്ള കെട്ടുനിറയൊക്കെ നടത്തുന്നത് ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടാണ്. അയ്യപ്പ ക്ഷേത്രം ഞങ്ങൾക്ക് തട്ടൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടാണ് അതൊക്കെ ചെയ്യാറ്. അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ അഖണ്ഡനാമ യജ്ഞമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ഇത് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. നമുക്ക് ഇവിടെ കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിഷ്ഠയുണ്ട്, അപ്പോൾ അവിടെയൊക്കെ തൊഴണം. ഇത് വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്, വിഷ്ണു ക്ഷേത്രമാണ്. വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഇവിടെയാണ്. അപ്പുറത്താണ് ശിവൻ്റെത്, അവിടെ അയ്യപ്പൻ്റെത്. അങ്ങനെ വേറെ സ്ഥലത്താണ്. നമ്മുടെ വീഡിയോ എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എനിക്കറിയില്ല, നോക്കട്ടെ. അങ്ങനെയെങ്കിൽ 4ാമത്തെ അമ്പലം ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ക്ഷേത്രത്തിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ നൈസായിട്ട് പോകും. ഇവിടെ മുമ്പൊക്കെ അകണ്ടം ഇവിടെ നടക്കുമ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ അല്ലേ ഒരു ഓർമ്മയായി. ഇപ്പോൾ മാല ഇടാറില്ല, മാല ഇട്ടിട്ട് കുറേ ഇപ്രാവശ്യം പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാം, എന്താ അറിയില്ല, സാഹചര്യം പറഞ്ഞല്ലോ. ക്ഷേത്രത്തിൽ ഞങ്ങൾ വരുമ്പോൾ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും പോയി, ഇപ്പോൾ ഞങ്ങൾ മാത്രമായി. ഇവിടെ തന്നെ നല്ലൊരു പടുക്കൂറ്റൻ ആലുണ്ട് കേട്ടോ. ഈ ആലിൽ ഒരുപാട് വവ്വാലുകളുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡിലാകെ 3 വണ്ടികളുള്ളൂ. അപ്പോൾ അങ്ങാടിയിലാണ്, വണ്ടൂർ ടൗണിൽ. ഓരോ ചായ കുടിച്ചു, ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ കുടിച്ചു. നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ ഉള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഓണപ്പൂവ് ഇങ്ങനെ ആയിട്ടാ ആര്യമോൾ ഇട്ടതാണ് അല്ലേ? ചായ കുടിച്ചോ? അങ്ങനെ വീട്ടിലെത്തിക്കണം 10 മണിയായപ്പോഴത്തേനെത്തി. 10 മണിക്ക് ഞങ്ങൾ എല്ലാ ക്ഷേത്രം കഴിയുള്ളൂ എന്ന് കയറിയതാണ്. പക്ഷേങ്കിൽ എല്ലാ ക്ഷേത്രം കഴിഞ്ഞ് വീട്ടിലേക്ക് 10 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ കുറുമ്പുണ്ട്. എന്താണ് വാണിയവനും പറമ്മക്കാൻ്റെ ബർത്ത്ഡേ ആട്ടെ. ബർത്ത്ഡേക്ക് ഞാനും പോവും, ബർത്ത്ഡേ ആയാൽ പോവും. ഓക്കെ, ഇപ്പം അടച്ചേക്കും അമ്പലമൊക്കെ ഇപ്പോൾ നട അടച്ചു. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. എന്നാൽ പിന്നെ ഇന്നത്തെ പരിപാടി ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഒരു ക്ഷേത്ര ദർശന വീഡിയോ. ഇനി അടുത്ത പരിപാടികളൊക്കെ ഞാൻ ഓണാക്കുന്നുണ്ട്. എന്താ പറയുക, നോക്കട്ടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വണ്ടീനൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകണം. വണ്ടി ഒന്ന് ചെളിയായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഒന്ന് വെള്ളമടിച്ച് കഴിക്കൽ കുഴപ്പമില്ല. എന്നാലും ഇവന്മാരെ ഞാൻ പാടത്തുനിന്ന് പൂ കുറച്ചപ്പോൾ കൊണ്ടുവന്നു. അതിൻ്റെ കോലാണ് ഈ മാറ്റിങ്ങനെ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ കാലുമിലൊക്കെ എപ്പോഴും ഉണ്ട് ചേറ്. അതുകൊണ്ടോ ആട്ടച്ചേറാണിത്. ഇത് വില കൊണ്ട് തന്നെ ചെയ്യിക്കണതേക്ക്. എന്താ വെറും ചേറ്. സൂര്യ വാ. അജുണ്ടാടേ ഞാൻ വണ്ടി ഒന്ന് കഴുകട്ടെ. വണ്ടി കഴുകിയിട്ട് ഞാൻ ഇന്നത്തെ ഈ ചെറിയൊരു പരിപാടി ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലിങ്ങനെ തുടരും, ഇല്ലാന്നാണെങ്കിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്തു. ഓക്കെ, ബൈ.